ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം? എല്ലാവരും സന്തോഷമായിട്ടിരുന്നോ? എന്തൊക്കെ ചെയ്തു? വീട്ടിലെ എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് കുറച്ച് ചിന്തകളെക്കുറിച്ചാണ് കേട്ടോ. നമ്മുടെ തോട്ട്സുകൾ എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ എൻ്റെ തോട്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. എനിക്കത് ഉപകാരപ്രദമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും ഒരു പക്ഷേ ഉപയോഗപ്രദമായാലോ എന്നതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് നിങ്ങളോടൊപ്പം. നമ്മളില്ലേ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. രാവിലെ നമ്മൾ ഉറക്കം എണീക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല ചിന്തകളോടുകൂടി എണീറ്റാൽ, നല്ല ഫ്രഷ് എയറൊക്കെ കൊണ്ട് രാവിലെ എണീറ്റ് കുറച്ച് സമയം, അതായത് ഒരു 5-10 മിനിറ്റ് നമ്മൾ പുറത്തോട്ടുള്ള നല്ല സീൻസൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ, ആ ഫ്രഷ് എയർ ബ്രീത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നു, അല്ലയോ? നമ്മളൊന്ന് വെയ്ക്കൻ ആപ്പായതുപോലെ ആവുമല്ലേ? അപ്പോൾ നമ്മുടെ ചിന്തകൾ നല്ലതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. ആ പ്രകൃതിയൊക്കെ ഒന്ന് നോക്കി, പക്ഷികളുടെ സംഗീതം കേട്ട്, പൂക്കളെയൊക്കെ ഒന്ന് മണത്ത്, ചെടികളുടെ ഇടയിൽ കൂടി സാവധാനം ഒന്ന് നടന്ന്, അവർക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത്, അവരോടൊപ്പം സംസാരിച്ച്, അവരെ ഒന്ന് തട്ടി തലോടി പോകുമ്പോൾ നമ്മുടെ നല്ല ചിന്തകൾ ഉണരും നമ്മളുടെ മനസ്സിലല്ലേ? ഈ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളെ ആ ദിവസത്തെ വളരെ നല്ലതാക്കി തീർക്കുന്നു. കാര്യം, ഉണരുമ്പോൾ തന്നെ കിട്ടുന്ന ആ പോസിറ്റീവ് വൈബ് നമ്മളെ എൻഡ് ഓഫ് ദ ഡേ വരെ അത് നിലനിർത്തുന്നു നമ്മളിൽ. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക ദിവസം തോറും. അത് കഴിഞ്ഞ് പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിയുമ്പോൾ നമ്മൾ കിച്ചണിലോട്ട് കയറാറുണ്ടല്ലയോ? കുളിയെല്ലാം കഴിഞ്ഞ് കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ കയറും. ആ സമയത്ത് നമ്മുടെ ചിന്തകൾ, നല്ല ചിന്തകളോടൊപ്പം കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുക. കുക്ക് ചെയ്യുമ്പോഴും നല്ല സംഗീതം കേട്ട്, നല്ല ചിന്തകൾ മനസ്സിൽ കൊണ്ടുവന്ന് സന്തോഷത്തോടു കൂടി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുക. ആ സന്തോഷത്തോടു കൂടിയും പോസിറ്റീവ് എനർജിയോടു കൂടിയും തയ്യാറാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അമൃത് പോലെ ആയിത്തീരും. അത് നമ്മൾ കുടുംബാംഗങ്ങൾക്ക് വിളമ്പുമ്പോഴോ അതും അമൃതായിട്ട് തന്നെ തീരും. അതുകൊണ്ട് നമ്മളുടെ ആദ്യത്തെ എഴുന്നേൽപ്പ് ഇൻ ദ മോർണിംഗ് ഷുഡ് ഓൾവേസ് ബി പോസിറ്റീവ്, അല്ലേ? പോസിറ്റീവോടുകൂടിയും സന്തോഷത്തോടു കൂടിയും ഉണരുക. ഇനി ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മളെ ചിന്തകൾ ബാഡിലോട്ട് പോവും. അപ്പോൾ തന്നെ നമ്മളെ മൂഡ് ശരിയാവാതെ വരും. ധൃതി പിടിച്ച് നമ്മൾ വിൻഡോയും ഡോർസും എല്ലാം തുറന്നിടും. എന്നിട്ട് നമ്മുടെ ആ മൂഡ് ഓഫ് നമ്മൾ കുട്ടികളുടെ മേലിലും ഭർത്താവിൻ്റെ മേലിലും ബാക്കിയുള്ള വീട്ടിലെ അംഗങ്ങളുടെ മേലിലും പ്രയോഗിക്കും. അന്നത്തെ ദിവസം പോയത് തന്നെ, തൊട്ടതിനും പിടിച്ചതിനും നമ്മൾ കുറ്റം കണ്ടുപിടിക്കും. കയ്യിലെടുക്കുന്ന സാധനങ്ങൾ തറയിൽ വീഴുക, അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ കയറുമ്പോൾ അത് സ്പോയിലാവുക, നമുക്ക് മൂടുണ്ടാവില്ല, ഒരു എനർജി ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കുക. വിളമ്പുമ്പോൾ തന്നെ ഭക്ഷണം നമ്മുടെ ഹസ്ബൻഡിൻ്റെ മുമ്പിലോ കുട്ടികളുടെ മുമ്പിലോ ഒക്കെ വലിച്ചെറിയുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ വിളമ്പുക. വീട്ടിലെ മറ്റംഗങ്ങളോടും ഇതുപോലെ തന്നെ പെരുമാറുക. അന്നത്തെ ഹോൾ ദിവസം പോയി കിട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ മൂഡ്സ്, നമ്മുടെ തോട്ട്സുകളും നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്നു ഒരു ദിവസം. അപ്പം മൂഡ് നല്ലതാക്കി തീർക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം മുതൽ തന്നെ സന്തോഷത്തോടു കൂടി ഉണരുക. മൂഡ് നല്ലതായ ദിവസം നമ്മൾ ഭർത്താവിനെയോ കുട്ടികളെയോ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളെയോ അയക്കുമ്പോൾ നമ്മൾ സന്തോഷത്തിലായിരിക്കുക, അല്ലേ? അവരോടൊപ്പം ഗേറ്റ് വരെ നടക്കുകയോ ബസ് വരെ നടക്കുകയോ അല്ലെങ്കിൽ കാറിലാക്കി കൊടുക്കുകയോ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ വളരെ സന്തോഷവതിയായിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് അവരോട് യാത്ര പറയാനും അവർക്കൊരു നല്ല ദിവസം ആശംസിച്ച് അവരെ പറഞ്ഞു വിടുമ്പോഴും നമുക്കും നല്ല സന്തോഷമായിരിക്കും. അവർക്കും അതുപോലെ നല്ല മൂഡും, അവരും നല്ല സന്തോഷത്തിലായിരിക്കും.
നല്ല മനസ്സോടെ അല്ല നമ്മൾ അവരെ പറഞ്ഞയക്കുന്നുവെങ്കിൽ അവർക്കും അന്നത്തെ ദിവസം ഒരു ബാഡ് ഡേ തന്നെയായിരിക്കും. കാര്യം നമ്മളുടെ സന്തോഷത്തോടുള്ള മുഖം നോക്കിയായിരിക്കും അവർ പുറപ്പെടുക. അതിനും ഭംഗം വരുത്തും. അതും അവരും ചിന്തിക്കും, ഓ എൻ്റെ വൈഫ് ഇന്ന് ഹാപ്പി അല്ലായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മദർ ഇന്ന് ഹാപ്പി അല്ലായിരുന്നു, അല്ലെങ്കിൽ ഫാദർ ഹാപ്പി അല്ലായിരുന്നു എന്നും പറഞ്ഞായിരിക്കും കുട്ടികളും ബാക്കിയുള്ള അംഗങ്ങളും തന്നെ പോവുക. അവർക്കും അതൊരു ബാഡ് അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ മനസ്സിലായോ, നമ്മളുടെ നല്ല ചിന്തകൾ നമ്മളെ എനർജറ്റിക് ആക്കുന്നു, നമ്മളെ പോസിറ്റീവ് ആക്കുന്നു. നല്ല ഒരു ഡേ ആ എനർജി തന്നെ നമുക്ക് സമ്മാനിക്കും. അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ പുറപ്പെടുന്നു എന്ന് വെക്കുക. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് ആത്മവിശ്വാസമൊക്കെ കൂട്ടി നമ്മൾ കണ്ണാടിയുടെ മുമ്പ് ഒന്ന് നിന്ന് നോക്കുക. നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ, എല്ലാം ഓക്കെ ആണോ, നമ്മൾക്ക് ആത്മവിശ്വാസമുണ്ടോ, നമ്മുടെ തോട്ട്സുകളെല്ലാം പോസിറ്റീവാണോ, നല്ല ചിന്തകളാണോ നമ്മുടെ മനസ്സിൽ വരുന്നത്, ഇതെല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക. ചെയ്യാൻ പോണ കാര്യത്തെക്കുറിച്ച് നല്ല ബോധത്തോടു കൂടി പ്രവർത്തിക്കുകയും പെരുമാറുകയും പോവുകയും ചെയ്യുക. മനസ്സിൽ പറയുക, ഞാൻ ബോൾഡാണ്, ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വരും, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് നമ്മുടെ കണ്ണാടിയിൽ തന്നെ നോക്കി നമ്മളോടൊപ്പം തന്നെ യാത്ര ചോദിക്കുക. എന്നിട്ട് മറ്റുള്ളവരോട് യാത്ര ചോദിച്ച് അനുവാദവും ബ്ലെസ്സിങ്ങോടുകൂടി പുറപ്പെടുക. അന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ല ചിന്തകളാൽ പെട്ട ഒരു ദിവസമായിരിക്കും. അതുപോലെ പോസിറ്റീവ് എനർജി 4 ഭാഗത്തു നിന്ന് സ്വീകരിക്കും. നിങ്ങളും സന്തോഷവാനാവും. ഇറങ്ങുന്ന കാര്യം പൂർണ്ണതയോടുകൂടി തിരിച്ചു വരാനും പറ്റും. Thank you for watching and see you soon with another vlog. Till then, bye for now. Keep positive thoughts at every time of your life. Bye for now.